നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പവർ കട്ടില്ലാത്ത 10 വർഷം, കറണ്ട് ചാർജ് ബില്ലിൽ വരെ ആയിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കാൻ ഈ വാചകമൊക്കെ തിരികെ കയറ്റിയത്. എന്നാൽ തെരഞ്ഞെടുപ്പും കഴിഞ്ഞു, വോട്ടെടുപ്പും കഴിഞ്ഞു. ഇപ്പോൾ പെട്ടി പൊട്ടിക്കാൻ വേണ്ടി കേരളം കാത്തിരിക്കുകയാണ്. ഇതിനിടയിൽ മനുഷ്യൻ വെന്തുരുകുകയാണ്. ലോഡ് ഷെഡിങ്ങോടെ ലോഡ് ഷെഡിങ്. 10 വർഷം പവർ കട്ട് ഇല്ലാതിരുന്നതിന്റെ ഇപ്പോൾ ഇവർ ഇറങ്ങി പോകാൻ നേരത്ത് ഇതിന്റെ എല്ലാം കൂടെ ചേർത്ത് തന്നിട്ടേ പോകൂ എന്നാണ് തോന്നുന്നത്. ജനങ്ങൾ ഇരിക്കപ്പുറതിയില്ലാതെ ഇപ്പോൾ പായും തലേണയും എടുത്ത് KSEB ഓഫീസുകളിലേക്ക് പോയി അവിടെ കിടന്ന് പ്രതിഷേധിക്കുകയാണ്. പ്രതിപക്ഷമാകട്ടെ CPM-നെ ചുരുട്ടിക്കൂട്ടുകയാണ്. ഇതിനിടയിൽ പെട്ടുപോയത് മന്ത്രി കൃഷ്ണൻകുട്ടിയാണ്. അതായത് പിണറായി പറയുന്ന ഓരോ ഡയലോഗ് വന്ന് നിന്ന് അടിക്കുകയാണ് ഇപ്പോൾ കൃഷ്ണൻകുട്ടി. കാരണം കൃഷ്ണൻകുട്ടിയെ എല്ലാവരും കൂടി എടുത്തിട്ട് എയറിലാക്കിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഇപ്പോഴും ലോഡ് ഷെഡിംഗ് ഇല്ലെന്നും ലോഡ് കൂടുതലാകുമ്പോൾ പവർ ട്രിപ്പ് ആകുന്നതാണെന്നും മന്ത്രി K കൃഷ്ണൻകുട്ടി പ്രതികരിച്ചു. ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം കാലാവസ്ഥയാണ്. വീടുകളിൽ പാചകവാതകം ഇല്ലാതായപ്പോൾ വൈദ്യുതിയിലേക്ക് മാറി. പവർ കട്ടല്ല, ലോഡ് കൂടുമ്പോൾ ട്രിപ്പ് ആകുന്നതാണ്. റെഗുലേറ്ററി കമ്മീഷനുമായി വിവാദത്തിനില്ല എന്നും കൃഷ്ണൻകുട്ടി പ്രതികരിച്ചു. ബോർഡ് ബന്ധപ്പെട്ടപ്പോൾ തന്നെ ഇടപെട്ടു. കമ്മീഷൻ ജുഡീഷ്യൽ സംവിധാനമാണെന്നും വിമർശിക്കാനില്ല എന്നും കൃഷ്ണൻകുട്ടി പറഞ്ഞു. ജലവൈദ്യുത പദ്ധതികൾ പരിസ്ഥിതിയുടെ പേരിൽ ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് തടസ്സപ്പെടുത്തുകയാണ്. ഓരോ പദ്ധതിക്കും ഓരോ കാരണം പറഞ്ഞു മുടക്കി. മാധ്യമങ്ങളാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്നും കൃഷ്ണൻകുട്ടി പ്രതികരിച്ചിട്ടുണ്ട്. കൃഷ്ണൻകുട്ടി പറയുകയാണ്, ഇവിടെ ലോഡ് ഷെഡിംഗ് ഇല്ല, കറണ്ട് കട്ട് എന്നൊരു സംഭവമില്ല, പക്ഷെ ലോഡ് കൂടുമ്പോൾ ട്രിപ്പ് ആകുന്നു. എന്നാൽ ഈ സർക്കാരിൽ തന്നെ പലരും ഇപ്പോൾ പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രതിസന്ധി ഉണ്ടാകുന്നത് കൊണ്ട് കറണ്ട് കട്ട് ചെയ്യുന്നു എന്ന്. ഏതെങ്കിലും ഒരു നിലപാടിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. കറണ്ട് കട്ടുണ്ടോ ഇല്ലേ? ഇതിൽ ഒരു നിലപാട് പറയാൻ ഇവർക്ക് ആർക്കും കഴിയുന്നില്ല. മാധ്യമങ്ങൾക്ക് മുൻപിൽ പോലും മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ വരുന്നതേയില്ല. പവർ കട്ടില്ലാത്ത ഭരണം എന്ന അവകാശവാദം മുഴക്കിയവർ അധികാരത്തിൽ നിന്ന് ഔദ്യോഗികമായി പുറത്തു പോകുന്നതിന് മുൻപ് തന്നെ പവർ കട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ നടത്തിയ കള്ളപ്രചാരണമാണ് ഇതോടെ പൊളിഞ്ഞിരിക്കുന്നത് എന്ന വലിയ വിമർശനമുയരുന്നു. ഔദ്യോഗികമായി പ്രഖ്യാപിക്കാതെ ആദ്യം 15 മിനിറ്റ് പവർ കട്ട് ഏർപ്പെടുത്തിയിരുന്നു. ഇത് പലപ്പോഴും അരമണിക്കൂർ വരെ നീളുകയും ചെയ്തു. ജനങ്ങളിൽ നിന്ന് പ്രതിഷേധം ഉയർന്നപ്പോൾ പവർ കട്ടല്ല, വൈദ്യുത നിയന്ത്രണം മാത്രമാണെന്നായിരുന്നു വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ ന്യായീകരണം. എന്നാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപനം വന്നു. അരമണിക്കൂർ പവർ കട്ട് ഏർപ്പെടുത്തും. ജനങ്ങളെ ഇരുട്ടിലാഴ്ത്തുന്നത് അരമണിക്കൂറിൽ ഒതുങ്ങണമെന്നില്ല. പ്രാദേശിക തലത്തിലാണ് പവർ കട്ട് ഏർപ്പെടുത്തുക എന്നും ജനങ്ങളെ ഇത് നേരത്തെ അറിയിക്കുമെന്നുമാണ് മന്ത്രി പറയുന്നത്. നേരത്തെ അറിയിച്ചതുകൊണ്ട് പവർ കട്ട് അല്ലാതാകുമോ? ജനങ്ങളെ അറിയിക്കാതെ അപ്രഖ്യാപിത പവർ കട്ട് കൊണ്ടുവന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും കൂട്ടുത്തരങ്ങളാണ് സംസ്ഥാന വൈദ്യുത ബോർഡ്. KSRTC പോലെ ഇതിനൊരു മാറ്റം വരുത്താൻ സംസ്ഥാനം മാറി മാറി ഭരിച്ചവർക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, നന്നാവാൻ അനുവദിക്കുകയുമില്ല. യഥാസമയം മഴ ലഭിക്കാതെ വന്നാൽ ചൂട് വർദ്ധിക്കുമെന്നും വൈദ്യുതിയുടെ ഉപയോഗം കൂടുതലാകുമെന്നും അറിയാൻ വിദേശ ബുദ്ധിയൊന്നും ആവശ്യമില്ലല്ലോ. ഇതനുസരിച്ച് മുൻകരുതൽ എടുക്കേണ്ട ബാധ്യത വൈദ്യുതി വകുപ്പിനും സർക്കാരിനും ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ കുറ്റകരമായ അനാസ്ഥ കാണിച്ചുകൊണ്ട് കാലാവസ്ഥയെ കുറ്റം പറയുന്നത് ജനങ്ങളെ സേവിക്കാൻ ബാധ്യസ്ഥരായ ഭരണാധികാരികൾക്ക് ചേരുന്നതല്ല. തങ്ങൾ എന്ത് ചെയ്താലും ജനങ്ങൾ സഹിച്ചുകൊള്ളുമെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനാൽ തൽക്കാലം അവരെ പേടിക്കേണ്ടതില്ല എന്നുമാണ് സർക്കാരും വകുപ്പ് മന്ത്രിയും കരുതുന്നത്. സംസ്ഥാനത്ത് പവർ കട്ട് വേണ്ടി വരുമെന്ന് വൈദ്യുത മന്ത്രി നേരത്തെ മുൻകൂർ ജാമ്യം എടുത്തിരുന്നു. രാജ്യത്തെ കൽക്കരി ക്ഷാമം സംസ്ഥാനത്തെയും ബാധിച്ചതായിട്ടാണ് മന്ത്രി ഇതിന് കാരണം പറഞ്ഞത്. കേന്ദ്രത്തിൽ നിന്ന് 1000 മെഗാവാട്ടാണ് കിട്ടേണ്ടിയിരുന്നതെന്നും അതിൽ കുറവുണ്ടായെന്നും കുറ്റപ്പെടുത്താൻ മന്ത്രി മറക്കുന്നുമില്ല. കൽക്കരി ക്ഷാമം ഉടൻ പരിഹരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയില്ലത്രേ. അതുകൊണ്ടാണ് പവർ കട്ടിലേക്ക് പോകേണ്ടി വരുന്നതെന്നും മന്ത്രി പറയുന്നുണ്ടായി. സ്വന്തം വീഴ്ചകൾക്ക് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന പിണറായി സർക്കാരിന്റെ പതിവ് രീതിയാണ് വൈദ്യുതി മന്ത്രിയും പിന്തുടരുന്നത്. വൈദ്യുതിയുടെ കാര്യത്തിലായാലും മറ്റു കാര്യങ്ങളിലായാലും സംസ്ഥാനത്തെ സ്വയം പര്യാപ്തമാക്കേണ്ടത് ഇവിടെ ഭരിക്കുന്നവരുടെ കൂടി ചുമതലയാണ്. വൈദ്യുതി പ്രതിസന്ധി സംബന്ധിച്ച് KSEB നിരീക്ഷിച്ചു വരികയാണെന്നും മന്ത്രി പറയുന്നു. എന്നാൽ ഈ നിരീക്ഷണം നേരത്തെ വേണമായിരുന്നു. അപ്പോൾ ഈ പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ലല്ലോ. ജലവൈദ്യുത പദ്ധതികൾ മാത്രമാണ് പരിഹാരമെന്നും യൂണിറ്റിന് 18 രൂപ കൊടുത്താണ് വൈദ്യുതി വാങ്ങിയതെന്നും ഇത് വലിയ സാമ്പത്തിക പ്രതിസന്ധി വൈദ്യുതി ബോർഡിന് സൃഷ്ടിക്കുന്നുണ്ടെന്നും ഒക്കെ വകുപ്പ് മന്ത്രിയും വൈദ്യുതി ബോർഡും പറയുന്നത് ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈയൊഴിയലാണ്. കേരളത്തിന്റെ ഉപഭോഗം കണക്കിലെടുത്ത് വൈദ്യുതി സംഭരിക്കാൻ സർക്കാർ തയ്യാറാകാത്തതാണ് പ്രശ്നം.
പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ മറ്റിടങ്ങളിൽ നിന്ന് നമ്മൾ ആശ്രയിക്കുന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങാൻ കഴിയണമെന്നില്ല. പല സംസ്ഥാനങ്ങളും തങ്ങളുടെ ആവശ്യം മുൻനിർത്തി മാത്രമേ മറ്റുള്ളവർക്ക് വൈദ്യുതി നൽകുകയുള്ളൂ. ഇപ്പോഴത്തെ വൈദ്യുതി പ്രതിസന്ധിയും പവർ കട്ടും പിണറായി സർക്കാർ വരുത്തിവെച്ചതാണ്. കേന്ദ്ര സർക്കാരിന്റെ പുരപ്പുറ സോളാർ പദ്ധതിയായ PM സൂര്യഘർ സംസ്ഥാനത്ത് നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ വൈദ്യുതി ക്ഷാമം പരിഹരിക്കാൻ വലിയൊരളവോളം കഴിയുമായിരുന്നു എന്നാണ് ഇപ്പോൾ വാദങ്ങൾ ഉയരുന്നത്. രാഷ്ട്രീയ വിരോധം കൊണ്ട് ഈ പദ്ധതി കേരളത്തിൽ പിണറായി സർക്കാർ അട്ടിമറിക്കുകയായിരുന്നു. ട്രാൻസ്ഫോമറുകളുടെ ശേഷി വർദ്ധിപ്പിക്കാത്തതിനാലാണ് ഈ പദ്ധതി ഇവിടെ നടപ്പാക്കാൻ കഴിയാതെ പോയത്. കൂടുതൽ ശേഷിയുള്ള ട്രാൻസ്ഫോമറുകൾ സ്ഥാപിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം പാലിക്കാൻ പിണറായി സർക്കാർ തയ്യാറായില്ല. പുരപ്പുറ വൈദ്യുത പദ്ധതിയുടെ നേട്ടം കേന്ദ്ര സർക്കാരിന് നൽകാതിരിക്കാനായിരുന്നു ഈ നീക്കം. ഇങ്ങനെയും ജനങ്ങളെ ശിക്ഷിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ പവർ കട്ട് കൊണ്ട് കളം നിറയുകയാണ് ഈ സർക്കാർ. ഇവരുടെ ആ തലവാചകം LDF അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ കറണ്ട് ചാർജ് ബില്ലിൽ വരെ എഴുതി പിടിപ്പിച്ച പവർ കട്ടില്ലാത്ത 10 വർഷം അതെല്ലാം ദേ കൊണ്ടുപോയി ഇപ്പോൾ കലമിട്ടുടച്ചതുപോലെ ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഈ പവർ കട്ട് ഫ്യൂസ് ഊരൽ തുടങ്ങിയത്. അതിന് മുൻപ് വരെ ഫ്യൂസ് ഊരാൻ മുട്ടുവിറയ്ക്കുമായിരുന്നു. ഇപ്പോൾ എല്ലാവരും വോട്ട് ചെയ്ത് കഴിഞ്ഞത് കൊണ്ട് ഇനിയിപ്പോൾ വിധി കാത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് കറണ്ട് കട്ടൊക്കെ ആകാം എന്നാണ് പിണറായി കൂട്ടർ കരുതിയിരിക്കുന്നത്. എന്നാൽ ജനം അതിരൂക്ഷ വിമർശനങ്ങൾ ഇപ്പോൾ സർക്കാരിന് നേരെ ഉയർത്തുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.